ഹലോ ഫ്രണ്ട്സ്, ടയേർഡെന്ന് പറഞ്ഞാൽ നല്ല ടയേർഡായി. കാരണം എന്താ വെച്ചെങ്കിൽ ഒരു 2 മണി കഴിഞ്ഞ്, ഏകദേശം രാത്രി 2 മണി കഴിഞ്ഞു. നമ്മളെ ലോഡ് എറണാകുളത്ത് നിന്ന് നമുക്ക് പോർട്ടിൽ നിന്ന് എടുത്തിട്ട് ഉടുമ്പൽപേട്ടയാണ് ലോഡ്. അപ്പൊ ഇപ്പൊ സമയം 2 മണി കഴിഞ്ഞു. നമ്മളിപ്പോഴും അങ്കമാലി കഴിഞ്ഞ് കൊരട്ടി കഴിഞ്ഞതേ ഉള്ളൂ. ഒരു 3-4 മാസമായിട്ട് ഈ റോഡിൽ ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ല. ചില സമയങ്ങളിൽ നമ്മൾ ഫ്രീ ആയിട്ട് പോകും, ചില സമയങ്ങളിൽ ഇതുപോലെ കട്ട ബ്ലോക്കാണ്. എനിക്ക് മാത്രമല്ല, നമ്മളെ വല്ലാർപാടത്തും അതുപോലെ തന്നെ ഈ റൂട്ടിൽ ഓടുന്ന എല്ലാ ആൾക്കാരെയും അവസ്ഥ ഇത് തന്നെയാണ്. അതും മെയിനായിട്ട് ഞങ്ങൾ ഈ റൂട്ടിൽ സ്ഥിരം ഓടുന്നതാണ്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. കാരണം ഒരു 6 പാലം ഈ റൂട്ടിൽ വരുന്നുണ്ട്. അപ്പൊ അത് വന്നു കഴിഞ്ഞാല് സിഗ്നല് കാര്യങ്ങളൊന്നും കാണത്തില്ല, പെട്ടെന്ന് നമുക്ക് പാസ്സാവാം. ഇനിയിപ്പം ഇത് ബ്ലോക്ക് കഴിഞ്ഞിട്ട് വേണം, അതായത് തൃശ്ശൂർ കഴിഞ്ഞിട്ട് വേണം ഇനി എവിടെയെങ്കിലും കിടന്ന് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കിടന്ന് ഉറങ്ങാൻ. ഉറങ്ങാതെ പോയിട്ട് കാര്യമില്ല. കാരണം വെച്ചെങ്കില് നമ്മൾ ഉറങ്ങാതെ വീണ്ടും ടയേർഡാവും. ആ ഒരു 3 മണിക്കൂർ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയി. പിന്നെ നമുക്ക് എത്ര ദൂരം വേണേലും നമുക്ക് പിന്നെ വണ്ടി ഓടിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ബ്ലോക്കിൽ കിടന്നപ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. നമ്മളങ്ങനെ പാലക്കാട് വരെ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു 3 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ട് പോകാൻ വേണ്ടിയാണ്. കാരണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ട്. തൃശ്ശൂർ കഴിഞ്ഞിട്ടും അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാലക്കാട് കറക്റ്റ് എത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് രാവിലെ എണീച്ചിട്ട് നമുക്ക് പോകാം. ഉറങ്ങാതെ പോയി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ അപകടങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഉറക്കം വരുമ്പം എല്ലാവരും ഉറങ്ങിയിട്ട് പോവുക. ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ നമ്മുടെ ശരീരത്തിന് എത്രയാണോ റെസ്റ്റ് വേണ്ടത് ആ ഒരു ലെവൽ വരെ നമ്മൾ ഉറങ്ങിയിട്ട് പോവുക. ഇങ്ങനെ നിർത്തുമ്പം നമ്മളെ സേഫ്റ്റി, അതുപോലെ വണ്ടിയുടെ സേഫ്റ്റിയും റോഡ് എല്ലാം നമ്മൾ നോക്കി നിർത്തുക. താങ്ക് യു.